Feel the ground shaking underneath, trying to take me alive. Get ready for the fallout. Can't stop me now. I got no rival. I'ma find my way through the blood. ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് കാണുവാൻ പോകുന്നത് മൈസൂർ പാലസും അതിനുള്ളിലെ കാഴ്ചകളുമാണ്. കർണാടകയിലെ മൈസൂരിൽ സ്ഥിതി ചെയ്യുന്ന പ്രശസ്തമായ ഒരു കൊട്ടാരമാണ് മൈസൂർ കൊട്ടാരം. മൈസൂർ ഭരിച്ചിരുന്ന വാദിയാർ രാജവംശത്തിൻ്റെ ഔദ്യോഗിക വസതിയായിരുന്നു ഈ കൊട്ടാരം. വാരഹ ഗേറ്റ് വഴിയാണ് സന്ദർശകർക്ക് പ്രവേശനം ഉള്ളത്. ഗേറ്റ് കടക്കുമ്പോൾ തന്നെ സുരക്ഷാ ഉദ്യോഗസ്ഥർ നമ്മുടെ ബാഗുകൾ സ്കാൻ ചെയ്ത് സുരക്ഷ ഉറപ്പുവരുത്തിയാണ് ഓരോ സന്ദർശകരെയും കടത്തിവിടുന്നത്. കൊട്ടാരങ്ങളുടെ നഗരം എന്നാണ് മൈസൂർ അറിയപ്പെടുന്നത്. മൈസൂരിലെ തന്നെ ഏറ്റവും പ്രസിദ്ധമായ കൊട്ടാരവും ഇതാണ്. വാദിയാർ രാജാക്കന്മാർ 14-ാം നൂറ്റാണ്ടിലാണ് ആദ്യമായി ഒരു കൊട്ടാരം നിർമ്മിക്കുന്നത്. തടി കൊണ്ടായിരുന്നു ആദ്യ കൊട്ടാരം പണി കഴിപ്പിച്ചത്. പിന്നെ പലതവണ ഇത് നവീകരിക്കുകയായിരുന്നു. 1897 ആരംഭിച്ച് 1912 നാം ഇപ്പോൾ കാണുന്ന രീതിയിൽ കൊട്ടാരത്തിൻ്റെ പണി പൂർത്തിയാവുന്നത്. 1940-കളിൽ കൊട്ടാരത്തിൻ്റെ പല ഭാഗങ്ങളും വിസ്തൃതി കൂട്ടുകയുണ്ടായി. ഇന്ന് ഇന്ത്യയിൽ ഒരു പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമാണ് മൈസൂർ കൊട്ടാരം. 30 ലക്ഷത്തോളം സഞ്ചാരികൾ ഈ കൊട്ടാരം സന്ദർശിക്കുന്നുണ്ട് എന്നാണ് കണക്കാക്കുന്നത്. ഒരുപാട് ചിത്രരചനകളും വാസ്തുവിദ്യകളുമുണ്ട്. ഈ ഒരു കൊട്ടാരത്തിൻ്റെ ആർക്കിടെക്റ്റ് എന്ന് പറയുന്നത് ഹെൻറി എറിൻ എന്ന് പറയുന്ന ബ്രിട്ടീഷുകാരനാണ്. എൻഡോ സാർസനിക് എന്നറിയപ്പെടുന്ന വാസ്തുശൈലിയാണ് മൈസൂർ കൊട്ടാരത്തിൻ്റെ നിർമ്മാണത്തിൽ അനുവദിച്ചിരിക്കുന്നത്. ഹിന്ദു, രാജപുത്ര, ഗോതിക്, ഇസ്ലാം വാസ്തുവിദ്യകളുടെ സങ്കര രൂപമാണ് ഇൻഡോ സാർസനിക് വാസ്തുവിദ്യ. മനോഹരമായ ഒരു നടുമുറ്റവും ഈ കൊട്ടാരത്തിനുണ്ട്. അന്നത്തെ രാജാവിൻ്റെ മെഴുകുപ്രതിമയാണ് കേട്ടോ ഈ കാണുന്നത്. കണ്ടാൽ നമുക്ക് ഒറിജിനലാണെന്ന് തോന്നും. കൊട്ടാരത്തിൻ്റെ ചിത്രപണികൾ രവിവർമ്മയാണ് ചെയ്തിരിക്കുന്നത്.
കൊട്ടാരത്തിന് ചുറ്റുമുള്ള ഈ ഒരു പച്ചപ്പ് കാണാൻ നല്ലൊരു ഭംഗിയാണ്. ഫ്രണ്ട്സ്, കൊട്ടാരത്തിലെ മുഴുവൻ കാഴ്ചകളും കണ്ടല്ലോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.